ഏറെ രുചികരമായ കപ്പക്കൊത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കപ്പ നല്ലപോലെ വൃത്തിയായി കഴുകി തോല് പൊളിച്ച് ചെറു കഷ്ണങ്ങളായി ഉപ്പ് ചേർത്ത് വേവിക്കുക. ഉപ്പ് ചേർത്ത് വേവിച്ച് അല്പം ആറിയ ശേഷം ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് കപ്പക്കൊത്ത് ഉണ്ടാക്കുക. ഇത് നിങ്ങൾക്ക് അതിഥികൾ വരുമ്പോഴും കുഞ്ഞുങ്ങൾക്കും ഏറെ ഇഷ്ടമാവും. കപ്പക്കൊത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കപ്പക്കൊത്ത്. കപ്പ നല്ലപോലെ വേവിച്ചുടയ്ക്കുക. ശേഷം ഇളനീരിൻ്റെ അല്പം മൂത്ത ചെറു കഷ്ണങ്ങളും വലിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞ് അത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് 2 പച്ചമുളകും അരിഞ്ഞത് ഏറ്റവും നൈസായി അരിഞ്ഞതിട്ട് നല്ലപോലെ മൂപ്പിച്ച് അതിലേക്ക് അവസാനം കറിവേപ്പില കൂടിയിട്ട് നല്ലപോലെ മൂപ്പിച്ച് അതിലേക്ക് വേവിച്ചുടച്ച കപ്പ ഉപ്പ് ചേർത്തത് ഇട്ട് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ എല്ലായിടത്തും ഈ കഷ്ണങ്ങളായി എന്നുറപ്പായാൽ ഒരു ചട്ടിയിൽ ചെറിയ ജീരകം വറുത്ത് അതിലേക്ക് എല്ലായിടത്തും ആയി വിതറുക. ഏകദേശം ഒരു സ്പൂൺ മതിയാവും. എരിവ് നമ്മുടെ പാകത്തിനിടാം, ഉപ്പ് പാകത്തിനാക്കാം. ഇതിലേക്ക് ഇറച്ചിക്കറിയോ തക്കാളിക്കറിയോ ചമ്മന്തിയോ ഒക്കെ ഉപയോഗിക്കാം. അതിഥികൾ വരുമ്പോൾ ഒരു നല്ല വിഭവമായും ഇത് വിളമ്പാം. ഏറെ രുചികരമായ കപ്പക്കൊത്തുണ്ടാക്കി വിവരങ്ങൾ അഷിത് വ്ലോഗിൽ പോസ്റ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കടിച്ച് ഷെയർ ചെയ്ത് കൂടെ ചേർന്നോളൂ. അഷിത് വ്ലോഗ്.